ഇവിടെ നടക്കുന്ന പല കാര്യങ്ങളും എനിക്ക് പോലും അത്ഭുതമാണ്. അപ്പൊ ആളുകൾക്ക് ചിന്തിക്കാം ചിലപ്പം കാശിന്റെ തൂക്കം കൊണ്ടായിരിക്കാം എന്നുള്ളത്. ആ മൂർത്തി എനിക്ക് വഴികാട്ടിയായി വരികയും ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതിന് ഞാനൊരു കാരണക്കാരനായി എന്ന് മാത്രമേ ഉള്ളൂ. നമസ്തേ, കാളിപുത്രൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റെ പേര് ദീപു. ഞാൻ കോഴിക്കോട് ബേപ്പൂർ സ്വദേശത്തിൽ ജീവിക്കുന്നു. എന്നെ ഞാനാക്കിയ ഒരു കാവിനെ പരിചയപ്പെടുത്താനും എന്റെ സത്യങ്ങളെ പുറത്തറിയിക്കാനും കാരണം ഇവിടെ നടക്കുന്ന പല കാര്യങ്ങളും എനിക്ക് പോലും അത്ഭുതമാണ്. ഇത് പറയുമ്പോൾ പലതും പറയുമായിരിക്കും. പക്ഷെ ഈ ഒരു കാവിൽ നിന്നും എനിക്ക് കിട്ടിയ അനുഭവങ്ങളെ, അല്ലെങ്കിൽ ഞാൻ മുഖാന്തരം, അല്ലെങ്കിൽ എന്റെ ദേവത മുഖാന്തരം മറ്റൊരാൾക്ക് കിട്ടിയ അനുഭവങ്ങളെ പുറത്തെത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്നൊരു ആഗ്രഹമാണ്. അതിനു വേണ്ടിയിട്ട് തുടങ്ങുകയാണ്. അപ്പൊ അതിന്റെ ആദ്യത്തെ വീഡിയോ എന്നുള്ള നിലയിൽ ഇത് ചെയ്യാം എന്ന് വിചാരിക്കുന്നു. ഇവിടെ എന്താ പറയാ, സാധാരണ എല്ലാ ജോലികളും ചെയ്ത് നടന്നിരുന്ന ഒരു അവസ്ഥ എന്നാണ് പെട്ടെന്ന് ഈ ഒരു അവസ്ഥയിലേക്ക് മാറ്റം വരുന്നത്. അപ്പൊ ആളുകൾക്ക് ചിന്തിക്കാം ചിലപ്പം കാശിന്റെ തൂക്കം കൊണ്ടായിരിക്കാം എന്നുള്ളത്. ഇവിടെ ഇന്ന് വരെ ആരോടും കറക്റ്റ് കാശ് പറഞ്ഞ് ഒരു പൂജ ഇതുവരെ ചെയ്തിട്ടില്ല. ഇനി അങ്ങോട്ട് ചെയ്യണമെന്ന് ആഗ്രഹവുമില്ല. അപ്പം ഇവിടെയുള്ള അടുത്ത വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. ഇവിടെ ഇപ്പൊ കാര്യം വരുന്ന ദേവതകൾ എന്ന് പറയുമ്പോൾ എന്റെ ഗുരുമുത്തപ്പൻ എന്ന് പറയുന്ന ഒരു ദേവത, അതായത് എന്റെ തറവാടിന്റെ ഗുരുവായിരിക്കുന്ന ഒരു വ്യക്തി. അദ്ദേഹം ഒരുപാട് ഉപാസനകളും സേവകളും നടത്തി ആ ഒരു ചൈതന്യത്തിനെ മനസ്സിലാക്കി മുന്നോട്ട് പോയിരുന്ന ഒരു വ്യക്തി. ആ വ്യക്തി മരണാനന്തരത്തിന് ശേഷം ഒരു മൂർത്തിഭാവത്തിലേക്ക് മാറുകയും ആ മൂർത്തി എനിക്ക് വഴികാട്ടിയായി വരികയും ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. എന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള ഒരു അവസ്ഥ. അതിനെപ്പറ്റി നമുക്ക് അടുത്ത വീഡിയോകളൊക്കെ ആയിട്ട് കൂടുതൽ സംസാരിക്കാം. ഇപ്പം എന്റെ ഈ ഒരു കാവിനെയും കാവിലെ ദേവതകളെയും ഒന്ന് പരിചയപ്പെടുത്താം. അതായിട്ട് ആദ്യത്തെ വീഡിയോ. എന്റെ ഈ ക്ഷേത്രം അല്ലെങ്കിൽ ഈ കാവ് നിലനിൽക്കുന്നത് എന്റെ തറവാട്ട് വീടായ തോട്ടത്തിൽ തറവാട്ടിന് മുറ്റത്ത് തന്നെയാണ്. ഇവിടെ ബേപ്പൂർ എന്ന ദേശത്ത് വായനശാല പാൽക്കന്നി എന്ന ബസ് സ്റ്റോപ്പിന് തൊട്ടടുത്ത് തന്നെ ക്ഷീരവൈഷ്ണവ റോഡ് എന്ന റോഡിൽ പത്മ ഓളോബ്രിക് കമ്പനിയുടെ തൊട്ടടുത്താണ് ഈ കാവ് സൃഷ്ടിക്കപ്പെട്ടിരുന്നത്. ഇത് പൂർവികമായിട്ട് വിളക്ക് വെച്ചിരുന്നു എന്നുള്ളൊരു അവസ്ഥ ഉണ്ടായിരുന്നു. പിന്നീട് അതിനെയൊക്കെ മാറ്റം വരുത്തി ഇപ്പം ഈ ഒരു രൂപത്തിലേക്കും ഭാവത്തിലേക്കും എത്തിക്കപ്പെട്ടിട്ടുണ്ട്. അതിന് ഞാനൊരു കാരണക്കാരനായി എന്ന് മാത്രമേ ഉള്ളൂ. ആദ്യം തന്നെ എന്നെ ഞാനാക്കിയ എന്റെ ഗുരുസ്ഥാനായിട്ടുള്ള ഗുരുമുത്തപ്പനാണ്. ഗുരുമുത്തപ്പന് ശേഷം എനിക്ക് ആ ഒരു ചൈതന്യം എന്റെ വാസനാഫലം ആയി വന്നിരിക്കുന്നത് കാളിയാണ്. കാളി ഭദ്രകാളി എന്ന ഭാവത്തിലാണ്, എന്നാൽ പോലും മഹാകാളിയായി തന്നെയാണ് ഇവിടെ ഇരുത്തിയിരിക്കുന്നത്. കാളിക്ക് കൂട്ടായി വന്നത് അരകുല മുത്തപ്പനാണ്. പണ്ട് ജനിച്ച് ജീവിച്ചിരുന്ന ഒരു മാന്ത്രികനായിരിക്കുമ്പോൾ തന്നെ അതിന് അപമൃത്യു സംഭവിക്കുക അല്ലെങ്കിൽ അരുങ്കൊല ചെയ്യപ്പെടുക എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അങ്ങനെ മരണപ്പെട്ടിട്ടുള്ള ഒരു ആത്മാവിനെ ദൈവിക പരിവേഷത്തിലേക്ക് മാറ്റം വന്നു, അതായത് ഉപാസനയോ സേവയോ കർമ്മങ്ങളോ കൊണ്ട് ആ ഒരു ദേവതാ സാന്നിധ്യം ഭാവത്തിലിരിക്കുന്ന ഒരു ദേവതയിലേക്ക് മാറി എന്നുള്ളത് തന്നെയാണ്. അദ്ദേഹം ആണ് അറുകൊലയായിട്ട് എന്റെ കൂട്ടിയിരിക്കുന്നത്. ഇത്രയും ആളുകൾ വന്ന സമയത്ത് നാഗങ്ങളുടെ ചില ലക്ഷണങ്ങളും അനുഭവങ്ങളും കിട്ടിയതിനു ശേഷം നാഗത്തിനും അവിടെ ഒരു തറയായി. ഇത്രയും ദേവതകളാണ് പ്രത്യക്ഷ ഭാവത്തിൽ ഇവിടെ ഇരിക്കുന്നത്. എന്നാൽ സ്ഥാനമാനങ്ങളില്ലാതെ ഇവരുടെ എല്ലാം കൂട്ടുകാരായി അല്ലെങ്കിൽ കൂടെയുള്ള ചൈതന്യങ്ങളായിട്ട് മറ്റു പല ഹീരമൂർത്തി ഭാവങ്ങളും ഇവിടെ വർഷപൂജയാണ് കാര്യമായിട്ടുള്ളത്. അത് മകരത്തിലെ ആദ്യത്തെ ചൊവ്വ, അത് മാറ്റാൻ പറ്റാത്തതാണ്. മകരത്തിലെ ആദ്യത്തെ ചൊവ്വ എന്നാണ് കണക്ക്. മകരച്ചൊവ്വയ്ക്ക് രാവിലെ ഉത്തമ പൂജയും ഉച്ചയ്ക്ക് നമ്മൾ ഇവിടെ വരുന്നവർക്കും ഇവിടെ ഉള്ളവർക്കും നമ്മൾ ഭക്ഷണം
ഇവിടെ തന്നെയാണ് ചെയ്യുന്നത്. അന്നദാനം എന്നുള്ളൊരു അവസ്ഥ തന്നെയാണ് അതിന് വരുന്നത്. അപ്പൊ ആ അന്നദാനം ദേവതയ്ക്ക് എല്ലാവർക്കും നേദിച്ചതിന് ശേഷം ഇവിടെ വന്നിട്ടുള്ള ബാക്കിയുള്ള ആളുകൾക്ക് അത് കഴിക്കാവുന്നതാണ്. അതിനുശേഷം വരുന്നത് പിന്നെ വൈകിട്ടാണ്. വൈകിട്ട് ഗുരുതി പൂജയാണ്. ഗുരുതി പൂജയോട് കൂടിയിട്ട് ആ ഉത്സവം എന്ന് പറയുന്ന അല്ലെങ്കിൽ വർഷപൂജ എന്ന് പറയുന്ന ഒരു അവസ്ഥ അവിടെ നിൽക്കുകയാണ്. പിന്നെ വരുന്നത് 2 ആയില്യാണ്. ഒന്ന് കുംഭത്തിലായാലും ഒന്ന് കന്നിയിലായാലും. 2 ആയില്യങ്ങളും കൂടിയാണ് ഇവിടെ പൂജയായിട്ടുള്ളത്. പിന്നെ സ്ഥിരമായിട്ട് വിളക്ക് വെക്കുന്നുണ്ട്. രാവിലെയും വൈകിട്ടും വിളക്ക് കത്തുന്നുണ്ട്. ഇത്രയുമാണ് ഇവിടുത്തെ പൂജാകാര്യങ്ങൾ. ഇതിൽ നിന്നും മാറ്റങ്ങൾ എന്തൊക്കെയെന്നുള്ളത് അടുത്തടുത്ത വീഡിയോകളിലൂടെ ഓരോരുത്തരെയും നമുക്ക് ഇത് മാറ്റം കിട്ടി എന്ന് ഞാൻ പറയുന്നതിലും നല്ലത് അവസ്ഥ അറിഞ്ഞ് അനുഭവിച്ച ആളുകൾ പറയുന്നതാണ്. ഓരോ തന്നെ പറയുന്ന വീഡിയോകളും കാര്യങ്ങളും നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അവരുടെ പ്രൈവസി അനുസരിച്ച് നമ്മൾ അവരുടെ മുഖം ബെറ്റർ ആക്കണോ വേണ്ടേ എന്നുള്ളത് അവരുടെ തീരുമാനം പോലെ നമ്മൾ അത് ചെയ്തിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് പ്രസന്റ് ചെയ്യും എന്നുള്ളൊരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. എന്തായാലും നമുക്ക് ആ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കാം.